ഒരു സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 6.5 ലക്ഷം രൂപക്ക് 2018 ഷിഫ്റ്റ് കിട്ടുള്ളൂ. ആ ഒരു ഡീസല് ക്രെറ്റ, അതും സിംഗിൾ ഓണർ ആയിരുന്നു. A to Z ഷോറൂമിൽ സർവീസുള്ള വണ്ടിയാണ്. ഒരു ക്ലെയിമോ റീപ്ലേസോ റീപെയിന്റ് പോലും ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പോയിന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഫുൾ ഓൺ തന്നെ ചെയ്യാം. 650 അത് ഫുൾ ഓൺ കേട്ടോ. ഗ്യാരണ്ടി നല്ല ഹിസ്റ്ററി നമുക്ക് PDF അവർക്ക് അയച്ചു കൊടുക്കാം. അത്രയും 100% നമുക്ക് ഗ്യാരണ്ടിയിൽ തരാൻ പറ്റുന്ന 50,000 കിലോമീറ്റർ ഓടിയ 7 സീറ്റർ ചെയ്യാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്തു, ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഈ ഒരു റേറ്റിലൊന്നും നമുക്ക് സൺറൂഫ് ഉള്ള ഡീസൽ 24 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി കിട്ടൂല. ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആട്ടോ. ഓട്ടോമാറ്റിക് 17 മോഡൽ BRV. ഇത് CVT ഓട്ടോമാറ്റിക് 2017 മോഡല് 16 രജിസ്റ്റർ ആട്ടോ. 16 രജിസ്റ്റർ വരുന്ന BRV ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് CNG ടൈപ്പ് വരുന്ന വണ്ടി. CNG എടുക്കുന്ന ആളുകൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട്. ഈ ഒരു CNGയുടെ ഭാഗം വന്നിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടോ ഇതൊരു ട്രേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. വീണ്ടും നമുക്ക് ഒരു മാരുതിയിൽ കുറച്ച് നമ്മൾ വിട്ടുപോയ കുറച്ച് വാഹനങ്ങളുണ്ട്. അത് മാരുതി പാർട്ടിൽ കേട്ടോ. അപ്പൊ ഇന്ന് ലാസ്റ്റ് നമ്മള് മാരുതിയുടെ നല്ലൊരു കളക്ഷൻ ഒക്കെ ആയിരുന്നു നിങ്ങൾ പരിചയപ്പെടുത്തിയത്. ഫുൾ ഓണിലൊക്കെ നല്ല 7 സീറ്ററുകള്, അതേപോലെ മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ, ഓട്ടോമാറ്റിക് സെഗ്മെന്റ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഏകദേശം നമ്മൾ ഡെയിലി യൂസിന് വാഹനങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് വലിയ വാഹനം ഫീച്ചേഴ്സ്, അതായത് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോള്, കൂടെ തന്നെ ഡീസൽ ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന 5 സീറ്ററുകൾ 7 സീറ്ററുകളൊക്കെ ഉള്ള നല്ലൊരു കിഡ്ലം പാർട്ടിയാണ് RB മോട്ടോഴ്സ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല കുറവ് മെയിൻ്റെനൻസ് വരും, അതേപോലെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വാഹനങ്ങളാണ്. സമീർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നോക്കണം. ഇത്തവണ നമുക്ക് മൈലേജിന്റെ ഒരു ജാഗ്രത ഉണ്ടാക്കുക അല്ലെ. കാരണം നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഇപ്പം ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ആ ഒരു ബൈക്കിന് ബുള്ളറ്റ് കൊണ്ടെടുക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് കൂടുതൽ ആവുമ്പോൾ നമുക്ക് കംഫർട്ടുമായി മൈലേജ് മെയിൻ്റെനൻസ് കുറവുള്ള വാഹനങ്ങൾ ഫുൾ ലോൺ എടുത്തൂടെ. ഫുള്ള് ലോണില് ഇന്ന് കാണിക്കുന്ന ഒരു 90% വണ്ടികൾ ഫുള്ള് ലോണില്ല. നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു 90% വാഹനങ്ങൾ ഫുള്ള് ലോണാണ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പൊ നമ്മള് RB മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ. വണ്ടൂര് പെരിന്തൽമണ്ണ റൂട്ടിൽ 2 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് പുളിയക്കോട് കറക്റ്റ് ഹൈവേന്റെ തൊട്ട്. അതായത് നമ്മൾ ഊട്ടി റോഡാണ് ശരിക്കും. ഇത് പെരിന്തൽമണ്ണ ടു ഊട്ടി റോഡാണ് ഈ ഒരു റോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ ഭാഗത്ത് വരുമ്പോൾ വണ്ടൂർ എത്തുന്നതിന് തൊട്ട് 2 കിലോമീറ്റർ മുന്നായിട്ടാണ്. ഇനിയിപ്പോ കേരളത്തിൽ എവിടെ ഉള്ളവർക്ക് സുഖമായിട്ട് വരാം. കാരണം നമുക്ക് രാജാറാണി കയറിയാൽ വാണിയമ്പലത്ത് ഇറങ്ങിയാൽ ജസ്റ്റ് നമുക്ക് ഒരു ഓട്ടോ വിളിച്ചെത്താവുന്ന ദൂരേ ഉള്ളൂ. അപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എവിടെ ഉള്ളവർക്കും സുഖസുന്ദരമായിട്ട് ഏത് മാർഗം നമുക്ക് ഇവിടെ എത്തിച്ചേരാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഫസ്റ്റ് നമുക്ക് 7 സീറ്റർ എന്ന് തുടങ്ങാം. അപ്പൊ അതാണ് ഹോണ്ടയുടെ ഒരു 7 സീറ്റർ ആണ്. 1-2 നമുക്ക് 1-2 അല്ല അല്ലെ, 2 വണ്ടികൾ. ഫസ്റ്റ് വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഒരു പ്രത്യേകത വെറും 50,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 100% നമുക്ക് ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി നല്ല ഹിസ്റ്ററി നമുക്ക് PDF അവർക്ക് അയച്ചു കൊടുക്കാം. അത്രയും 100% നമുക്ക് ഗ്യാരണ്ടിയിൽ തരാൻ പറ്റുന്ന 50,000 കിലോമീറ്റർ ഓടിയ 7 സീറ്റർ. ഡീസലാണ് വണ്ടി വരുന്നത്, പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റെനൻസിന് പൊതുവെ ഹോണ്ട മെയിൻ്റെനൻസ് വളരെ കുറവാണ്. പെട്രോൾ ആകുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് ഉള്ളത് ഈ ഒരു വണ്ടിയിൽ മെറ്റൽ ബോഡിയിൽ ഒരു പെയിന്റ് പോലും കയറിയിട്ടില്ല. അത്രയും 100% കേറിയിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് പെയിന്റിംഗ് പോലും ചെയ്യാത്തൊരു വാഹനം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസിന് തന്നെ തരുന്നു. കൂടുതൽ വിലയില്ല. അതും VX ആണ്. ലെതർ സീറ്റ്, സ്റ്റാരിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന ഏറ്റവും കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന പ്രൊജക്ട് 4 പുത്തൻ ടയർ ഉണ്ട്, എല്ലാം വരുന്ന വാഹനമാണ്. നമുക്ക് 2016 മോഡൽ VX BRV ഒറ്റ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫറിൽ 6,75,000 രൂപ. അതായത് നമ്മളിവിടെ ഏകാലൊക്കെ ചോദിച്ചതിന് വണ്ടിയാണ്. 50,000 കുറച്ചിട്ട് 6,45,000 ഓഫർ റേറ്റ്. ഫുൾ ഓൺ അല്ല, ഫുൾ ഓൺ. ഇതാണ് അതിന്റെ സിൽവർ ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതാണോ സിൽവർ ഫിനിഷിംഗ്. ഇത് നമുക്ക് രണ്ടും കേരള ഒറിജിനൽ കേരള വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള 2018 സിംഗിൾ ഓണർഷിപ്പ് ഇല്ല. ഇതും ഓഫർ 50,000 രൂപ ഇതിനും ഓഫർ ഉണ്ട് കേട്ടോ. 50,000 രൂപ നമ്മൾ കുറച്ചിട്ടാണ് ഓഫർ ഉള്ളത്. 2018 ആണ്, VX ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. A to Z സർവീസിന്റെ PDF അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു 90% മുകളിൽ ടയർ എല്ലാം ഓക്കെയാണ്. പിന്നെ ഒന്നുകൂടെ നമുക്ക് ബോഡി ക്വാളിറ്റി ഒക്കെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഒന്നുകൂടെ ബോഡി ക്വാളിറ്റിയും വെയിറ്റും വരുന്ന വണ്ടിയാണ്. സ്വന്തം മൈലേജും അത്യാവശ്യം കിട്ടും, മെയിൻ്റെനൻസ് കുറവുമാണ് അല്ലെ.
ഇത് 6.25 ലക്ഷം രൂപ. 6.25 ലക്ഷം ഫുൾ ലോൺ തന്നെ ഫുൾ ലോൺ ചെയ്തെടുക്കാം. അടുത്ത നമുക്കൊരു സെഗ്മെന്റ് പറഞ്ഞാൽ നമുക്ക് ഒരു പിന്നെ സൺറൂഫിന് സൺറൂഫ്, മൈലേജിന് മൈലേജ്, അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 24 വരെ മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. 2018 മോഡലാണ്, ഒറിജിനൽ കേരള വാഹനമാണ്. ഓക്കെ, ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 140 ഓടിയിട്ടുണ്ട്. A to Z സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സർവീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. അതിന്റെ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങൾ ഒക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. അതിന്റെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റുകളോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. നിലവിലൊരു വർക്ക് നമുക്ക് ചെയ്യാനില്ല. ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെതർ സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ വരുന്ന സൺറൂഫ് അടക്കം വരുന്ന VX ആണ്. 18 കേരള വണ്ടി 7,50,000 രൂപ കൊടുക്കുക. ഫുൾ ലോൺ ചെയ്തു. ഞാൻ അടുത്തൊരു ടാക്സി പെർമിറ്റില് പൊതുവെ നമുക്ക് പല ഷോപ്പുകളിൽ നമ്മൾ പോയാൽ ടാക്സി പെർമിറ്റ് അന്വേഷിക്കുന്നവർക്ക് വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. നമുക്ക് ടാക്സി പെർമിറ്റ് ഉള്ള ഒരു മൊബിലിയോ 7 സീറ്റർ ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. ഇതിന് ഹൈലൈറ്റ് വരുന്നത് മൈലേജ് തന്നെയാണ്. കാരണം 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്തു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത, ഈ ഒരു വാഹനം പ്രൈവറ്റ് വണ്ടി ആയിരുന്നു ആദ്യം. അവര് പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് ടാക്സി ആക്കിയതാണ്. അതുകൊണ്ട് 15 കൊല്ലത്തേക്ക് 31 വരെ ഇതിന് ടാക്സ് ഒന്നും അടക്കണ്ട. ഒരു കൊല്ലത്തിൽ ഇവർക്ക് പെർമിറ്റ് എടുക്കാനുള്ള ചെലവ് എന്ന് പറഞ്ഞത് ആകെ 1,600 റുപ്യക്ക് ഒരു കൊല്ലത്തിൽ ചെലവ് വരുന്നുള്ളത്. അപ്പൊ ഈ ഒരു വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതേ ടാക്സി പെർമിറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ ടാക്സ് അടക്കണ്ട, ക്ഷേമനിധി വേണ്ട, ഒക്കെ വേണ്ട. എല്ലാത്തിനും ആകെ 1,600 റുപ്യ ഉണ്ടെങ്കിൽ ഒരു കൊല്ലം നിങ്ങൾക്ക് തള്ളി നീക്കാം. അപ്പൊ അതാണ് സുഖമായിട്ട് ഒരു വരുമാന മാർഗം ആവും ചെയ്യും. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഡീസലാണ്. 16 ലാസ്റ്റ് മോഡലാണ്. 7 സീറ്റർ. എത്ര രൂപ കൊടുക്കാൻ? 4.25 ലക്ഷം രൂപ കൊടുക്കും. 4.25 ലക്ഷം. ഒരു 4 ലക്ഷം രൂപന്റെ അടുത്ത് ലോൺ ചെയ്തു. അപ്പൊ മാക്സിമം നമുക്ക് ലോണും കിട്ടും. ഒരു വരുമാന മാർഗം ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതും മൈലേജ് കിട്ടുന്ന. ഇതൊക്കെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. പുതിയ എടുത്തു കൊടുക്കുക അവർക്ക്. ടയർ 4 പുതിയതാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനും ഹിസ്റ്ററിയുടെ PDF നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. 1.44 ഓടിയിട്ടുണ്ട്. അടുത്തതാണ് നമുക്ക് വീണ്ടും നമുക്കൊരു BRV തന്നെയാണ്. അപ്പൊ BRV നമുക്ക് മൂന്നാമത്തെ കളറാണ്. വൈറ്റ് കഴിഞ്ഞു, സിൽവർ കഴിഞ്ഞു, അടുത്ത ഗ്രേ ഫിനിഷിംഗ്. വൈറ്റ് പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, CNG ഉണ്ട്. ഇത് ഏതായിരുന്നു നമുക്ക്? ഇത് 2017 മോഡല്. 17 മോഡല് 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഡീസൽ നമുക്ക് 5.95 ഡീസലിലാണ്. മൈലേജ് എത്ര കിട്ടും നമുക്ക്? മൈലേജ് 20 കിലോമീറ്റർ കിട്ടുന്ന 7 സീറ്റർ ആണ്. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ 7 സീറ്റർ ആണ്. നമുക്ക് മൈലേജ് ഇത്ര കിട്ടുന്ന 7 സീറ്റർ വേറെ ഇല്ല എന്നാ പറയാം. അത് നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. 5.95 അത് നിങ്ങൾക്ക് ഫുൾ ലോൺ ചെയ്തെടുക്കാം. ഫുൾ ലോൺ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത വീണ്ടും നമുക്കൊരു WRV ആണ്. നേരത്തെ ഗ്രേ ഫിനിഷിംഗ് ആയിരുന്നെങ്കിൽ ഇതൊരു സിൽവർ ഫിനിഷിംഗ് ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡല് നമുക്ക് ഓഫർ റേറ്റ് ആണ്. 5.5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ NOCയിൽ നിങ്ങൾക്ക് 5.5 ലക്ഷം രൂപക്ക് തരാൻ പറ്റും. സൺറൂഫ് അടക്കം വരുന്ന 120 സംതിങ് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് പ്രൈവറ്റ് വെഹിക്കിൾ ആട്ടോ. ഒറിജിനൽ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കുക. നിങ്ങൾക്ക് NOC നിങ്ങളുടെ പേരിൽ എടുത്താൽ തന്നെ ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി നമ്പർ ആവാൻ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ അതാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, NOC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. മൈലേജ് ഏകദേശം ഒരു 22-24 എന്തായാലും കിട്ടും. 24 കിലോമീറ്ററിന്റെ മുകളിൽ നോക്കിയാൽ മതി, താഴോട്ട് വരില്ല. അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഓടിച്ചു പോകുന്ന വണ്ടിയാണ്. ബൈ റോഡ് നമ്മൾ അത്രയും 2800 കിലോമീറ്റർ ബൈ റോഡ് ഓടിച്ചു വന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് 5.95 ഡീസൽ മൈലേജ് അതും കാര്യങ്ങളൊക്കെ ഉള്ള WRV VX. അടുത്തോളം അതിനൊരു റെഡ് ഫിനിഷിംഗ് അല്ലേ, കളർ ചേഞ്ച് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇതും സെയിം മോഡല്, സെയിം ഓപ്ഷൻ. 2017. ഇതില് മാറ്റങ്ങളൊന്നുമില്ല. വിലയിലും അതേ റേറ്റ്. അപ്പൊ ഇത് സിംഗിൾ ഓപ്ഷൻ ആണ് അല്ലേ? അതെ, ഇതും സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ രണ്ടിന്റെ ഹിസ്റ്ററി PDF നമ്മുടെ കയ്യിലുണ്ട്. വേറെ റീപ്ലേസ് ഫ്ലഡ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 5.5 ലക്ഷം രൂപ കൊടുക്കുക. NOC നിങ്ങളെ പേരിലെടുത്ത്. NOCയിൽ നമുക്ക് 5 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതൊക്കെ മൈലേജും അതേപോലെ തന്നെ നമ്മൾ ഫീച്ചേഴ്സും നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഈ ഒരു റേറ്റിലൊന്നും നമുക്ക് സൺറൂഫ് ഉള്ള ഡീസൽ 24 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി കിട്ടൂല. കാരണം നമുക്ക് അത്രയും നല്ല കംഫർട്ടാണ്. പൊതുവെ നമുക്ക് കറക്റ്റ് ഓയിൽ സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മേജറായിട്ട് ഒരു മെയിൻ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് ഒരു ഓയിൽ ലീക്ക് മാത്രമേ ഉള്ളൂ.
അത് നിങ്ങൾ ഏത് ഹോണ്ട യൂസറെ വിളിച്ച് ചോദിച്ചാലും ആ ഒരു മാത്രം വരും. അത് നമുക്ക് നോർമലായിട്ട് ചെയ്യാവുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു 6000 രൂപ 8000 രൂപ തീരുന്ന കംപ്ലൈൻ്റ് ഉള്ളൂ. കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 50,000 40,000 ഒക്കെ അവർ പറയുമെങ്കിലും പുറത്തുനിന്ന് നമ്മൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചാൽ മതി. കാരണം നമുക്ക് അതിനായിട്ടുള്ള സർവീസർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോണ്ടയിൽ സ്ഥിരമായിട്ട് നിന്ന് ചെയ്യുന്ന ഷോറൂം സർവീസ് ചെയ്യുന്ന ആളുകൾ ഇന്നെ നമുക്ക് പുറത്തുനിന്ന് 50,000 രൂപ ഒന്നും വേണ്ട, വെറും അതിൽ 10% പൈസക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര നമുക്ക് പിന്നെ ഒരു 1,00,000 കിലോമീറ്ററിൽ പിന്നെ അത് സർവീസ് ചെയ്യണം. മാക്സിമം സിന്തറ്റിക് ചോദിച്ചാൽ ഒരു 1.5-20 വരെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും. ഈ വണ്ടിയിൽ പ്രോബ്ലം ആയിട്ട് കാണണ്ട, അത് പാക്കിംഗ് വരുന്നില്ല. അതിനാ മറ്റു വാഹനങ്ങൾക്ക് പാക്കിംഗ് ഉണ്ട്, ഇതിന് പാക്കിംഗ് ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. ആ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് ചെറിയ 2-3 ഒരു പൊടിക്കൈകളൊക്കെ ഉണ്ടായില്ലേ, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം വരില്ല. കാരണം നമ്മൾ ഇതിന് 2 ഓറിങ് ഉണ്ട്. ആ ഓറിങ് വരുന്നത് ഒരു ഫൈബർ പ്ലാസ്റ്റിക് ടൈപ്പ് പോലത്തെ ഒരു ഓറിങ് ആണ്. അത് മാറ്റിയിട്ട് നമ്മൾ ആൾട്ടോയുടെ ഒക്കെ ഓറിങ് ആക്കി കഴിഞ്ഞാൽ ഒരു മെറ്റൽ ടൈപ്പാണത്. ഒരു പേടി മേടിക്കണം. പിന്നെ നിങ്ങൾ ആജീവനകാന്തം ആ ഒരു പരിപാടി ഉണ്ടാവില്ല. കമ്പനിയിൽ നിന്ന് എന്തായാലും ആ ഓയിൽ സീൽ അത് മാത്രമേ മാറ്റുള്ളൂ. അതെന്ത് ചെയ്യില്ല, ഇതേപോലെ അൾട്രേഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർക്കില്ല. കാരണം അവർക്ക് ആ മെത്തേഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് നമുക്ക് ഇനി നല്ല മൈലേജും നല്ല സ്പേസും അതേപോലെ ഒരു ഓഫർ റേറ്റിനും ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് റെനോ ക്യാപ്ചർ. ഇത് നമുക്ക് 5,90,000 രൂപ കൊടുക്കട്ടോ. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണ്. ടോപ്പ് വേരിയന്റ് 80,000 കിലോമീറ്റർ വണ്ടി 5,90,000 കൊടുക്കുക. ഫുള്ള് ലോൺ ചെയ്ത് മൈലേജ് കിട്ടും. RZ വരുന്ന ഡീസലാണ് ഫുൾ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും, നല്ല കംഫർട്ട് ആണ്, നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കൂടിയാണ്. ലോങ് ഡ്രൈവിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കൂടിയാണ്. അതും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ പരിചയപ്പെട്ടിരുന്നു. ഇതിൽ നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ ഉണ്ട്. അത് നമുക്ക് ടാക്സി പെർമിറ്റ് കൂടിയാണ്. എങ്ങനെയായിരുന്നു? ഇനി നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടാക്സിയിലായതുകൊണ്ട് 7 സീറ്റിലാണ് ടാക്സിയിൽ കൂടുതൽ ആളുകൾ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് 5 സീറ്റർ ആയതുകൊണ്ടാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് നമുക്ക് പ്രൈവറ്റ് ആക്കി കൊടുക്കാം. അത് സെയിം റേറ്റിന് തന്നെ കൊടുക്കും ചെയ്യാം. നമ്മൾ 6.5 ലക്ഷം രൂപക്കാണ് ഇത് പ്രൈവറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. 2018 ക്രെറ്റ ഡീസൽ. ഇപ്പൊ എന്റെ പേരിലാണ് ഈ വാഹനം ഉള്ളത്. ഒന്നും പേടിക്കാണ്ട, ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കി തരാൻ പറ്റും. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതെ അതെ. ഈ ലോൺ വേണ്ടവർക്ക് ലോൺ ഫുള്ള് ലോണും ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഒരു സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന് 6.5 ലക്ഷം രൂപക്ക് 2018 ഷിഫ്റ്റ് കിട്ടുള്ളൂ. ആ ഒരു ഡീസൽ ക്രെറ്റ, അതും സിംഗിൾ ഓണർ ആയിരുന്നു. A to Z ഷോറൂമിൽ സർവീസുള്ള വണ്ടിയാണ്. ഒരു ക്ലെയിമോ റീപ്ലേസോ റീപെയിന്റ് പോലും ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പോയിന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഫുൾ ഓൺ തന്നെ ചെയ്യാം. 650 അത് ഫുൾ ഓൺ കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് ടയോട്ടന്റെ ഒരു ഏരിയ ആണ്. നമ്മളൊരു ടയോട്ട പാർട്ട് ഏരിയ നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ലാസ്റ്റ് ഡേ നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ കവർ ചെയ്താണ് മാരുതിന്റെ വാഹനം. അപ്പൊ അതാണ് വീണ്ടും നമുക്കൊരു BRV അല്ലെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്കൊരു ഓഫർ റേറ്റ് ആട്ടോ. ഓട്ടോമാറ്റിക് 17 മോഡല് BRV. ഇത് CVT ഓട്ടോമാറ്റിക്. 2017 മോഡല് 16 രജിസ്റ്റർ ആട്ടോ. 16 രജിസ്റ്റർ വരുന്ന BRV ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് CNG ടൈപ്പ് വരുന്ന വണ്ടി. CNG എടുക്കുന്ന ആളുകൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ട്. ഈ ഒരു CNGയുടെ ഭാഗം വന്നിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടോ ഇതൊരു ട്രേ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ മൈലേജ് വളരെ കുറവാണെങ്കിൽ പോലും CNG ആയതുകൊണ്ട് 24 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടും. അപ്പൊ നല്ല കംഫർട്ടുമായി CNG ഇത്രയും കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ ചെറിയൊരു ലാഗ് ഒക്കെ അതിൽ ഉണ്ടാകും. കാരണം CNG ആയതുകൊണ്ടുള്ള. പക്ഷെ വണ്ടി പക്കാ കണ്ടീഷനാണ്. അതെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നമുക്ക് 16 ലാസ്റ്റ് V വരുന്ന വാഹനം. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ വരുന്ന വാഹനം. ടയർ 90% ഉണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. 5,99,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. CNG ഒക്കെ ഓൾറെഡി ആഡ് ചെയ്ത വണ്ടി കൂടിയാണ്. ഓട്ടോമാറ്റിക് CVT പെഡൽ ഷിഫ്റ്റിംഗ് അടക്കം വരുന്ന വാഹനം. വണ്ടി നല്ല കംഫർട്ടും മൈലേജും മെയിൻ്റെനൻസ് കുറവിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്തെടുക്കാം. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. 2020 22 ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഷോറൂമിൽ തന്നെയാണ്. ചെറിയ കാര്യങ്ങളൊക്കെ
അവൈലബിൾ ആണ്. KL 32 ഇതിന്റെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ PDF ഉണ്ട്. പിന്നെ നമുക്ക് സിമ്പിൾ ആണ്, നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഇതാവ് 2010 ഈ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് പുതിയതാണ്, 2 ചാവി ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന VX. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, അത് ഓട്ടോമാറ്റിക്കലി അല്ലേ? ഓട്ടോമാറ്റിക്കലി. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വേറെ കിട്ടൂല, അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി. ഇതാണ് വീണ്ടും നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഇത് വീണ്ടും നമുക്കൊരു അമേസ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2020 മാനുഫാക്ചർ 19 രജിസ്ട്രേഷൻ 20 3-ാം മാസം വരുന്ന വാഹനം. പെട്രോൾ അമേസ് VX ആട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഉണ്ട്. ഇത് പെട്രോൾ മാനുവൽ. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 65,000. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിലിപ്പോ ഈ ഒരു വാഹനത്തിന് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡീസൽ അല്ല, പെട്രോൾ ആണ്. ഒരു മൈലേജ് ഒരു 16 to 18 കിലോമീറ്ററിന്റെ അകത്ത് മൈലേജ് ഉണ്ടാവും. മൈലേജും കിട്ടൂല. വാഹനം നമുക്ക് 599 2020. ഓക്കെ, 599 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്തു. നല്ലൊരു കാരണം ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്, നമ്മൾ ഫാമിലിക്ക് നമുക്ക് മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ഓണും ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു മാരുതിയിൽ കുറച്ച് നമ്മൾ വിട്ടുപോയ കുറച്ച് വാഹനങ്ങളുണ്ട്. അത് മാരുതി പാർട്ടിൽ കേട്ടോ. അത് അതിൽ നമുക്ക് ഡിസയറുകൾ ഇവിടെ 1 2 3 4 ഡിസയർ തന്നെ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2018 അടിപൊളി കളറാണ് അല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ഡീസലാകുമ്പോൾ നമുക്ക് 24 മൈലേജ് കിട്ടും. നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ആലപ്പി രജിസ്ട്രേഷൻ. ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ AC വെന്റ് വരുന്നുണ്ട്. റിയർ AC വെന്റ് വരുന്നുണ്ട്. എയർ ബാഗ്, ABS, ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന മിറർ, ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററുകൾ. ഈ ഒരു വാഹനം നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കുക, ഫുള്ള് ലോൺ ചെയ്തു. 5 ലക്ഷം രൂപ ഫുൾ ലോൺ. ഡീസൽ മൈലേജ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ ഒരു കളർ ചേഞ്ച് ആണ്. ഇത് ഡീസലാണോ പെട്രോൾ? ഇത് മാനുവൽ അല്ലേ? ഇത് മാനുവൽ പെട്രോൾ ZXi. ഇത് 5.5 ലക്ഷം രൂപ കൊടുക്കുക. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20 ഓടി. 1.20. അത്യാവശ്യം മൈലേജ് കിട്ടൂല. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ AC വെന്റ് കാര്യങ്ങളൊക്കെ വരും. ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, പ്രൊജക്ടർ ലാമ്പ്, DRL, ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ്, A to Z കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 5.5 ലക്ഷം രൂപ കൊടുക്കുക, ഫുള്ളി ലോൺ ചെയ്ത് കൊടുക്കുക. 5 ലക്ഷം രൂപ അതും ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഓട്ടോമാറ്റിക് ഇതും നമുക്ക് 5,90,000 രൂപ കൊടുക്കുക. ഓട്ടോമാറ്റിക് 590. അത് സിംഗിൾ ഓണർഷിപ്പ്, പെട്രോള്, ഓട്ടോമാറ്റിക്, AMT വരുന്നതാണ് ഓട്ടോമാറ്റിക് വരിക. ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ZXi പ്ലസ്. ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ വന്നിട്ടില്ല, അതും ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് 5,90,000. 590 ഫുൾ ഓൺ ചെയ്യാം. അടുത്ത് വീണ്ടും നമുക്കൊരു ഡിസയർ തന്നെയാണ്. ഒരു എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 ലാസ്റ്റ് മോഡല്, പെട്രോള്, മാനുവൽ. അപ്പൊ മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. എല്ലാ സെഗ്മെന്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങൾ, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈവൻ കമ്പനി അലോയ്സ് അടക്കം വരുന്ന ഒരു വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 5,40,000 രൂപ. 540. ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്നതാണ്. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ZXi ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ലോൺ ചെയ്തെടുക്കാം. അടുത്ത വീണ്ടും നമുക്ക് മൂന്നാമത്തെ അമേസ് ഓട്ടോമാറ്റിക് പെട്രോള്. നമ്മൾ ഓട്ടോമാറ്റിക് ഡീസൽ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡീസൽ ഉണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 19 ലാസ്റ്റ് വാഹനം. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കില് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം കേട്ടോ. A to Z സർവീസ് ഉണ്ട്. ടയർ കണ്ടീഷൻ 4 പുത്തൻ ടയർ ഉണ്ട്. ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. 2019 ലാസ്റ്റില് എയ്സ് എഡിഷൻ ആയിട്ട് കമ്പനി ഒരു 85,000 രൂപന്റെ മുകളിൽ വില കൂടിയ വാഹനമാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6,49 കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത്. സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്, സിംഗിൾ ഓണർ ആണ്. ഇതില് VX-ന്റെ മുകളിലാണ് എയ്സ് എഡിഷൻ അറിയുന്നത്. സ്റ്റാരിംഗ് മൗണ്ട് ഇതൊക്കെ വരുന്നുണ്ട്, ഷിഫ്റ്റ് വരുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക് ആണ്. 17 കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട്. എല്ലാം വന്നിട്ടുള്ള വാഹനം കേട്ടോ. അപ്പൊ നല്ല കംഫർട്ടിൽ നമുക്ക് കൊണ്ടുപോകും ചെയ്യാൻ പറ്റുന്ന. അടുത്തതാണ് നമുക്ക് ഇവരൊക്കെ നേരെ മൂത്താപ്പ എന്ന് പറയാം അല്ലെ? കാരണം നമുക്ക് സിറ്റിയിലെ 4th ജെന്നില് ഡീസലിന്
ഡീസലാണ്. ഇതില് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 20ാമത്തെ വർഷം ഹോണ്ട സിറ്റിയുടെ 20ാമത്തെ ആനിവേഴ്സറിയിൽ അവര് ആനിവേഴ്സറി എഡിഷൻ ആണ് ഇത്. 2018 ലാസ്റ്റ് മോഡല് ഡീസൽ വണ്ടി. ഈ ഒരു വാഹനം ഇറങ്ങുമ്പോ 20 വർഷം ഈ ഹോണ്ട സിറ്റി നമ്മുടെ നാട്ടില് ആയിട്ടുണ്ട് ഇന്ത്യയിൽ. അതിന്റെ ഒരു എഡിഷൻ ആണ്. ഇതില് നമുക്ക് എയർ ബാഗ് വരുന്ന ZX ആണിത്. ZX ഒറിജിനൽ കേരള വണ്ടിയാണത്. അല്ല, ഹരിയാന രജിസ്ട്രേഷൻ ആണല്ലേ. എങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.22 ആണ് അതിൽ കാണുന്നത്. അതെന്താണെങ്കിലും നമുക്കൊരു ജെന്യുവൻ ആയിട്ട് പറയാൻ പറ്റില്ല. എഞ്ചിന് മെക്കാനിക്കലി എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് വന്നിട്ടുള്ള റേറ്റ് 6,49,000 രൂപ. നിങ്ങളെ പേരിൽ NOC എടുത്തോളൂ. NOC നമുക്ക് 6,49,000 ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ തന്നെ നമുക്ക് NOC എടുത്ത് കാണും, നമുക്ക് ലോൺ അപ്രൂവൽ ആയതിനു ശേഷം ടാക്സ് അടക്കാനുള്ള എമൗണ്ട് കൂടി നിങ്ങൾ ലോണിൽ വാങ്ങിയിട്ട് നമ്പർ ആക്കിയാൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്ത് നമുക്ക് വീണ്ടും നമുക്ക് കുറച്ച് മാരുതി കളക്ഷൻസിലേക്ക് തന്നെയാണ് വരുന്നത്. വാഗ്നർ മോഡൽ കാര്യങ്ങൾ 2010 ആണ്. പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കാം. 1.25 ചെറിയൊരു പ്രൈസിന് ഒരു വാഗ്നർ ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ എല്ലാം വരുന്നുണ്ട്. അതും ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാഗ്നർ വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 1.25 5 കൊല്ലത്തെ പേപ്പറും ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, ടയർ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണ്, വേറെ റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ ആയിരുന്നു. ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ തേർഡ് ഓൺഷിപ്പ് ആയില്ല. അത് കാരണം അവര് അത്രയും ദൂരം പോയി ടെസ്റ്റ് എടുക്കലായിരുന്നല്ലേ നമുക്ക് ഇവിടെ നിന്ന് വടകരക്ക് പോയി ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടേക്ക് മാറ്റിയതാണ്. നമുക്കൊരു ബലാനോ അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 ബലാനോ. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 112. അതെ. ഇപ്പൊ 18 ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ ഡെൽറ്റ വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, AC സ്റ്റിയറിംഗ് കൺട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 5,20,000 രൂപ കൊടുക്കാം. 5,20,000 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 5,20,000 ഫുൾ ലോണിൽ നമുക്ക് 18 മോഡൽ ലാസ്റ്റ് വരുന്ന വാഹനം കേട്ടോ. 18 കിലോമീറ്റർ ടു 20 കിലോമീറ്റർ മൈലേജും കിട്ടും. അതെ. അത് നമുക്ക് ടയോട്ടന്റെ ഒരു വ്യത്യാസം അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്, സെഡാൻ ടൈപ്പിലേക്ക് കൂടുതൽ ആളുകൾ എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും. ഒറിജിനൽ കേരളമാണ് വണ്ടി. ഇത് നമ്പർ ആയതാണ്. പക്ഷെ കുറെ കാലമായില്ല ഇവിടെ എത്തിയിട്ട് ആള്. അതെ, ഇത് 2016 എത്തിയിട്ടുണ്ട്. 16 ഇവിടെ എത്തിയിട്ടുണ്ട്. 10 കൊല്ലത്തോളം ആയില്ലേ ആളിവിടെ കേരളത്തിൽ? 10 വർഷം നാട്ടിൽ ഓടിയ വണ്ടിയാണ്. 2012-13 രജിസ്റ്റർ ഉള്ള വാഹനം 3,20,000 രൂപ കൊടുക്കാം. 3,20,000 ഡീസൽ വണ്ടി. ഡീസലാണ്. പുതിയ ഇൻഷുറൻസും കസ്റ്റമർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാട്ടത്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത് വീണ്ടും നമുക്കൊരു സിയാസ്. നേരത്തെ പാർട്ടിലൊരു വൈറ്റും ബ്ലാക്കും പരിചയപ്പെട്ടിരുന്നു. കോഫി ബ്രൗൺ. ഇത് ഹൈബ്രിഡ് ആണ്. സോ നമുക്ക് മൈലേജ് 22 ഒക്കെ എന്തായാലും 24 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കും. അപ്പൊ മൈലേജ് നോക്കുന്നവർക്ക് നല്ല ഫീച്ചേഴ്സും നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 2016 മോഡല്, 1.20 ഓടി, ഡീസൽ ഹൈബ്രിഡ്. നമുക്ക് ഈ ഒരു വാഹനത്തിന് 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ തന്നെ ഇറക്കാൻ പറ്റും. എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്ന, ബാക്ക് റിയർ AC കാര്യങ്ങൾ, ലെതർ സീറ്റ് ഒക്കെ വരുന്ന വാഹനം കേട്ടോ. ഒരു റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഫുൾ ലോണിൽ തന്നെ ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ഡീസൽ ആണോ? ഡീസൽ. ഇതും ഓഫർ ഉണ്ട്. 2017 രജിസ്റ്റർ വരുന്ന വാഹനം 4.30 കൊടുക്കാം. 4.30 17 മോഡലുള്ള വണ്ടിയാണ്. അപ്പൊ അന്വേഷിക്കുന്ന ആളുകൾ വേറെ റീപ്ലേസ് കൊണ്ടോ ഫ്ലഡ് കൊണ്ടോ ഒന്നും വണ്ടിയുടെ വില കുറഞ്ഞല്ല, ഓഫർ വില ഇട്ടതാണ്. 4.25 ചോദിക്കുന്ന വണ്ടിയാണ് 4.30 നമുക്ക് കൊടുക്കുന്നത്. VDA ആണ്. ഇത് 90% ലോണും ചെയ്ത് കൊടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി 2017 രജിസ്റ്റർ 16 മോഡൽ 1.20 കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ. അടുത്ത ഡീസൽ റിഡ്സ് നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വണ്ടി. 14 റിഡ്സ് 2.99 നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. 14 ഒറിജിനൽ കേരള വാഹനമാണ്. 99,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണ്ട് ഒന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, വേറെ റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 2.99. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? 2.99 ഒരു 2.5 വരെ ലോൺ ചെയ്തു. 2.5 വരെ നമുക്ക് 10-40 ഉറുപ്പിക ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്തൊരു K സീരീസിൽ ഒരു ഓൾട്ടോ കേട്ടൺ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 VXI 1.40 വണ്ടി കൊടുക്കാം. 1.40 വേറെ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. 2010 മോഡല്
11 ലാസ്റ്റ് മോഡലാണ്. നിലവിൽ 3rd ഓണർഷിപ്പാണ്. ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് നമുക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസ് പുതിയ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 140 കൊടുക്കാം. 140 ചെയ്യാൻ പറ്റും. അടുത്ത നമുക്കൊരു എലൈറ്റ് i20 i20 2-3 വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഇത് സ്പോർട്സ് എഡിഷൻ ആണ്. 2015 മോഡൽ. ഇത് ഡീസലാണോ പെട്രോൾ? ഡീസൽ 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. അതും സ്പോർട്സ് എഡിഷൻ ആയതുകൊണ്ട് ഡയമണ്ട് കട്ട്, വീല്, റിയർ ക്യാമറ, സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ വരും. ക്ലൈമറ്റ് കൺട്രോൾ, AC, റിയർ ക്യാമറ, സെൻസർ, അലോയ്, എയർ ബാഗ്, ABS, സ്റ്റാരിംഗ് കൺട്രോള്, മിറർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ ഫോൾഡിംഗ് ഒക്കെ വരും. ഒരു വാഹനം നമുക്ക് 4,4.5 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്തു. അടുത്ത നമുക്ക് ബഡ്ജറ്റ് പ്രൈസിൽ വാഹനം നോക്കുന്നവർക്ക് 2 ഇയോണുകൾ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ ഓടിയ ഇയോണ്, 4 പുതിയ ടയർ ഉണ്ട്. മാഗ്ന പ്ലസിന്റെ ടയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. അതെ, ഇറ പ്ലസ് ആണ് വണ്ടി. മാഗ്ന പ്ലസിലാണ് 13 സൈസ് ടയർ വരിക. അതൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. സിംഗിൾ ഓണർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു ഓയിൽ പോലും മാറ്റേണ്ട ആവശ്യമില്ല. നേരെ പെട്രോൾ അടിച്ചാൽ ഓടിയാൽ മതി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, അത് കേൾട്ടർ രജിസ്ട്രേഷൻ വണ്ടി. എത്ര രൂപ കൊടുക്കാം? 220 കൊടുക്കാം. 220 ഫുൾ ലോൺ ചെയ്തു. അപ്പൊ ഇത്രയും കാലം സിംഗിൾ ഓൺഷിപ്പ് എടുക്കുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ അല്ലേ? വീണ്ടും നമുക്ക് ഇയോണ്ട മാഗ്ന പ്ലസ് ആണ് ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്. കമ്പനി AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതിലും പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി വരുന്നതാണ്. 2012-13 രജിസ്റ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 1.39 ചെയ്യാം. 1.39. അതൊരു ബൈക്കിന്റെ പ്രൈസിനാണ് കൊണ്ടുപോകും ഒരു കാറിൽ. വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല. 1.39 ഒരു ഇയോണ് നിങ്ങൾക്ക് മാഗ്ന പ്ലസ് കൊടുക്കാം. ഫുൾ ലോഡ് വണ്ടിയാണ്. ഫുൾ ലോഡ് വണ്ടി. വേറെ ഫുൾ ഓൺ ചെയ്തുകൂടെ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്ക് ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 14 മോഡൽ, സിംഗിൾ ഓണർ, ഡീസൽ അല്ല പെട്രോള്. അൾട്ടോ 800 800cc ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 1.85 കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ 2 വർഷത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിലുള്ളത്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മാക്സിമം. 2014 മോഡല്. ഇപ്പൊ നിലവിൽ 1 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ടയർ കണ്ടീഷൻ 90% കിലോമീറ്റർ ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഒക്കെ കമ്പനി അന്ന് വരുന്ന സിംഗിൾ ഓണർഷിപ്പിന്റെ ആ ഒരു ക്വാളിറ്റി ഈ ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഫ്രണ്ട് ഒന്നാമത്തേനെ അപേക്ഷിച്ച്. അടുത്തൊരു പാർട്ട് ഞങ്ങൾ മാക്സിമം കുറച്ചിട്ട് ടയോട്ട മാത്രമാക്കിയിട്ട് ചെയ്യില്ല. അപ്പൊ അടുത്തൊരു പാർട്ട് നിങ്ങൾ കണ്ടോളി. നമുക്ക് 10 ലക്ഷം രൂപ മുതൽ റേഞ്ച് മുതൽ നമുക്ക് ക്രിസ്റ്റകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നോവകൾ നല്ല ബെസ്റ്റ് പ്രൈസിനുണ്ട്. ഫോർച്യൂണറുകളൊക്കെ ഉള്ള നല്ലൊരു കളക്ഷനാണ്. അപ്പോൾ RB മോട്ടോഴ്സിലായിരുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏകദേശം നമുക്കൊരു 10-80ഓളം വാഹനങ്ങളുണ്ട്. ഏത് ടൈപ്പ് വാഹനങ്ങൾ വേണമെങ്കിലും ധൈര്യമായിട്ട് വന്നോളി. ഫുൾ ഓണിൽ ട്രാക്ക് കാര്യങ്ങൾ നിങ്ങളെ ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടാകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ, അതായത് നമ്മൾ പുളിയത്തി റൂട്ടിൽ പൂളിയക്കോടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് കാണാം. റിയാസാണ് സമീർക്ക.